കിഡിലും ക്വസ്റ്റ്യൻ ആണ് ട്രിഗണോമെട്രിയിൽ നമ്മൾ എ പ്ലസ് ഒക്കെ നിർണ്ണയിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. sin x മൈനസ് sin 3x ആണ്. സോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ sin സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്, ഇവിടെ 1 ഇവിടെ 3, അപ്പം വലിയ നമ്പർ ഇവിടെ വരുന്നുണ്ട്. സോ ത്രൂ ആയിട്ട് നമുക്ക് മൈനസ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് sin എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് sin എക്സ് മൈനസ് ആവും. ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin 3x മൈനസ് sin എക്സ്, നേരെ സൈൻ ചേഞ്ച് ചെയ്യും. ഇവിടെ പ്ലസ് ഉള്ളത് മൈനസ് ആവും, മൈനസ് ഉള്ളത് പ്ലസ് ആവും, അടിയിൽ പ്ലസ് ഉള്ളത് മൈനസ് ആവും. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ഇത് നമുക്കറിയാം. ഈ കാണുന്നത് sin എക്സ് മൈനസ് സൈൻ വൈ ആണ്. sin എക്സ് മൈനസ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. 2 cos x പ്ലസ് വൈ ബൈ 2. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 3x പ്ലസ് എക്സ്, 4x, 4xന്റെ പകുതി 2x, എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. എക്സ് മൈനസ് വൈ ബൈ 2 എന്നാൽ 3x എന്ന് എക്സ് കുറയ്ക്കുക, 2x, 2xന്റെ പകുതി എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നാൽ 2 cos 2x ആണ്. ദാറ്റ് ഈസ് cos 2x. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നാൽ cos 2x, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്നാൽ 1. അത് ഓർത്ത് വെക്കാനുള്ള ട്രിക്കാണ്. ഇത് പ്ലസ് ആണെങ്കിൽ ഇത് 1, ഇത് മൈനസ് ആണെങ്കിൽ ഇവിടെ ആണ് കേട്ടോ മൈനസ്, ഇതിനെ പോയി എഴുതരുത്, cos 2x. സോ നിങ്ങൾക്ക് ഇത് രണ്ടും വെട്ടാം. രണ്ടും വെട്ടുമ്പോൾ എന്ത് കിട്ടി, 2 ഇൻറ്റു സൈൻ എക്സ്, ദാറ്റ് ഈസ് 2 sin x. അതായത് 2 സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫുൾ മാർക്ക് കിട്ടും. സോ ഇത് മനസ്സിലായെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഉള്ളൂ, sin x മൈനസ് സൈൻ വൈ ഫോർമാറ്റ് ആണ് ഒന്ന് യൂസ് ചെയ്യുന്നത്. ആൻഡ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നാൽ 2 cos x എന്ന് പറഞ്ഞ ഇക്വേഷൻ, സോറി cos 2x എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ അത് രണ്ടും അപ്പ് ചെയ്താൽ ആൻസർ കിട്ടും.